നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. കേരളയിൽ അനുമതിക്കായി വീണ്ടും കേരളത്തിന്റെ ശ്രമം. സെമി ഹൈസ്പീഡ് പദ്ധതിക്ക് അനുമതി തേടി മുഖ്യമന്ത്രി പിണറായി വിജയൻ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തുമെന്ന റിപ്പോർട്ടുകൾ. അതേസമയം ദേശീയപാത തകർന്ന വിഷയത്തിൽ നിതിൻ ഗഡ്കരിയുമായി മുഖ്യമന്ത്രി നാളെ കൂടിക്കാഴ്ച നടത്തും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പോരിന് 12 സ്ഥാനാർത്ഥികൾ. ഇടതു സ്ഥാനാർത്ഥി N സ്വരാജ്, തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി PV അൻവർ, BJP സ്ഥാനാർത്ഥി മോഹൻ ജോർജും ഇന്നലെ പത്രിക നൽകി. ഈ മാസം 5-നാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. മലപ്പുറം ജില്ലക്കെതിരെ വലിയ ചതിപ്രയോഗം നടത്തിയ ആളാണ് മുഖ്യമന്ത്രിയെന്ന് KC വേണുഗോപാൽ കുറ്റപ്പെടുത്തി. സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെയും കള്ളപ്പണത്തിൻ്റെയും നാടെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി മലപ്പുറത്തെ അപമാനിച്ചുവെന്നും ആ ചതിപ്രയോഗം നടത്തിയത് മറക്കാനാവില്ലെന്നും KC വേണുഗോപാൽ പറഞ്ഞു. UDF കൺവെൻഷനിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചതി എന്ന വാക്ക് ഉപയോഗിക്കാൻ ഏറ്റവും യോഗ്യൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും KC കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ കോൺഗ്രസ് നേതാവ് KC വേണുഗോപാലിൻ്റെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി മന്ത്രി മുഹമ്മദ് റിയാസ്. കേരളത്തിലെ BJPയുടെ നിയമസഭയിലെ ആദ്യ അക്കൗണ്ട് പൂട്ടിച്ചതിന് നേതൃത്വം നൽകിയ മനുഷ്യൻ്റെ പേരാണ് പിണറായി വിജയനെന്നും രാജസ്ഥാനിലെ സ്വന്തം രാജ്യസഭാ സീറ്റ് BJPക്ക് വെള്ളത്താലത്തിൽ വെച്ച് നീട്ടി കേരളത്തിലേക്ക് അധികാര കൊതിമൂത്തി വണ്ടി കയറിയ മനുഷ്യൻ്റെ പേരാണ് KC വേണുഗോപാലെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. ആരെയാണ് ചതിക്കുന്നതെന്ന് മതനിരപേക്ഷ കേരളം തിരിച്ചറിയുമെന്ന് ചതിയെക്കുറിച്ച് പ്രസംഗിച്ചവർ മനസ്സിലാക്കിയാൽ നല്ലതെന്ന് മുഹമ്മദ് റിയാസ് തിരിച്ചടിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് UDF കൺവെൻഷനിൽ പാണക്കാട് കുടുംബത്തിൽ നിന്ന് ആരും പങ്കെടുത്തില്ല. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങളും പാണക്കാട് മുനവ്വർ അലി ഷിഹാബ് തങ്ങളും മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പാണക്കാട് അബ്ബാസ് അലി തങ്ങളും UDF കൺവെൻഷനിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ PK കുഞ്ഞാലിക്കുട്ടിയടക്കം മുസ്ലിം ലീഗ് നേതാക്കൾ കൺവെൻഷനിൽ പങ്കെടുത്തിരുന്നു. അതേസമയം നിലമ്പൂരിലെ UDF കൺവെൻഷനിലെ പാണക്കാട് കുടുംബാംഗങ്ങളുടെ അസാന്നിധ്യം ചർച്ചയായതിന് പിന്നാലെ നിലമ്പൂർ മണ്ഡലത്തിലെ പോത്തുകല്ലിൽ അബ്ബാസ് അലി തങ്ങൾ പ്രചാരണം ഉദ്ഘാടനം ചെയ്യുമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് വ്യക്തമാക്കി. അൻവറിനെ കൂടെ കൂട്ടണമെന്നുണ്ടായിരുന്നുവെന്നും എന്നാൽ ആ അധ്യായം അടച്ചത് അൻവർ തന്നെയാണെന്ന് മുതിർന്ന ലീഗ് നേതാവ് അബ്ദുൽ ഹമീദ് മാസ്റ്റർ MLA പറഞ്ഞു. നോമിനേഷൻ പിൻവലിച്ച് അൻവറിനെ സഹകരിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ UDF നേതൃത്വം പരിശോധിക്കട്ടെ എന്നും വള്ളിക്കുന്ന് MLA കൂടിയായ ഹമീദ് മാസ്റ്റർ ഇന്നലെ പറഞ്ഞിരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന PV അൻവറിൻ്റെ സ്ഥാവര ജംഗമ വസ്തുക്കളുടെ മൊത്തം മൂല്യം 34.7 കോടി രൂപ. 20.6 കോടി രൂപയുടെ ബാധ്യതയും അൻവറിനുണ്ട്. തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികയോടൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് അൻവർ ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. കയ്യിൽ പണമില്ലാത്തതിനാൽ മത്സരിക്കാനില്ലെന്ന് കഴിഞ്ഞ ദിവസം അൻവർ വ്യക്തമാക്കിയിരുന്നു. ബ്ലാക്ക് മെയിലിംഗ് ആണ് PV അൻവറിൻ്റെ രാഷ്ട്രീയമെന്നും എന്തിനാണ് ഈ വേണ്ടി വന്നാൽ എന്ന ഭീഷണിയെന്നും അത് ജനങ്ങൾക്ക് മുന്നിൽ കാണിക്കണമെന്നും ഫേസ്ബുക്കിലൂടെ വെല്ലുവിളിച്ച് കോൺഗ്രസ് നേതാവ് VT ബൽറാം. സ്വന്തം രാഷ്ട്രീയ താൽപ്പര്യങ്ങളും കച്ചവട താൽപ്പര്യങ്ങളും സംരക്ഷിക്കാൻ വേണ്ടി ഭരണ സംവിധാനങ്ങളെയും രാഷ്ട്രീയ നേതൃത്വത്തെയും ഭീഷണിപ്പെടുത്തി വരുതിക്ക് നിർത്താൻ നോക്കുക എന്നതിൽ കവിഞ്ഞ് പറയുന്ന ഒരു കാര്യത്തോടും ഒരാത്മാർത്ഥതയുമില്ലാത്ത ഒരാളാണ് അൻവറെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനിടെ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഓർത്തഡോക്സ് സഭ ബത്തേരി ഭദ്രാസനം. വന്യജീവി ആക്രമണം തുടരുന്നതിനാലാണ് ഓർത്തഡോക്സ് സഭ സുൽത്താൻ ബത്തേരി ഭദ്രാസനം സർക്കാരിനെതിരെ തുറന്നടിച്ചത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വന്യജീവി പ്രശ്നം ചർച്ചയാകുന്നതിനിടെയാണ് ഓർത്തഡോക്സ് സഭയുടെ വിമർശനം. വന്യജീവി ആക്രമണങ്ങളിൽ വനം വകുപ്പിൻ്റെ നിരുത്തരവാദപരമായ പെരുമാറ്റം വിമർശനാത്മകമാണെന്നും കാട്ടുമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള നടപടികൾ വേഗം നടക്കില്ലെന്നത് സർക്കാരിൻ്റെ കഴിവുകേടാണെന്നും മെത്രോപൊളിത്ത വിമർശിച്ചു. ആസാമിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരമായ സിൽച്ചറിൽ ഇന്നലെ പെയ്തത് റെക്കോർഡ് മഴ. 24 മണിക്കൂറിനിടെ 415.8 മില്ലിമീറ്റർ മഴയാണ് സിൽച്ചറിൽ ലഭിച്ചത്. 132 വർഷങ്ങൾക്കിടെ രാജ്യത്ത് ഇതാദ്യമായാണ് ഒരു പ്രദേശത്ത് ഒറ്റ ദിവസം ഇത്രയധികം മഴ പെയ്തത്. 1893 രാജ്യത്ത് ഉയർന്ന അളവിൽ മഴ ലഭിച്ചത്. അന്ന് 290.3 മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത്. ഇതോടെ ആസാമിലെ മിക്ക പ്രദേശങ്ങളിലും പ്രളയ സമാനമായ സാഹചര്യമാണുള്ളത്. ആസാം കൂടാതെ മണിപ്പൂർ, ത്രിപുര, സിക്കിം, അരുണാചൽ പ്രദേശ്
എന്നിവിടങ്ങളിലും കനത്ത മഴ തുടരുകയാണ്. വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലിലും കഴിഞ്ഞ 3 ദിവസത്തിനിടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ 34 പേർക്ക് ജീവൻ നഷ്ടമായി. കുട്ടികൾക്ക് അറിവ് മാത്രം പോരാ, തിരിച്ചറിവ് കൂടി ഉണ്ടാകണമെന്നും അറിവ് ഉണ്ടാവുകയും തിരിച്ചറിവ് ഇല്ലാതിരിക്കുകയും ചെയ്താൽ അത് ദോഷകരമായി ബാധിക്കും. അറിവുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വിധം കുട്ടികളെ വളർത്തിയെടുക്കണം. അത്തരം വിദ്യാഭ്യാസത്തിനാണ് സർക്കാർ ഊന്നൽ നൽകുന്നതെന്ന് പ്രവേശനോത്സവത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കവേ മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം ആലപ്പുഴ കലവൂർ ഗവൺമെൻറ് ഹൈസ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കലവൂർ സ്കൂളിൽ രാവിലെ 8:30 മുതൽ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ നടന്നു. 9:30 വേദിയിൽ പ്രവേശനോത്സവ ഗാനത്തിൻ്റെ നൃത്താവിഷ്കാരവും അരങ്ങേറി. സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും പ്രവേശനോത്സവം ഇന്ന് രാവിലെ 10 നടന്നു. ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ഇന്ന് അവധിയാണ്. ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ കെടുതികൾ നേരിട്ട വെള്ളാർമല സ്കൂളിനും മുണ്ടക്കൈ LP സ്കൂളിനും പ്രവേശനോത്സവം നടന്നു. മുണ്ടക്കൈയിൽ 16 കുട്ടികളും വെള്ളാർമലയിൽ 49 കുട്ടികളുമാണ് പുതുതായി പഠിക്കാനായി എത്തിയത്. ബിൽഡിംഗ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ നിർമ്മിച്ച ക്ലാസ് മുറികളിൽ പഠിക്കാനായതിൻ്റെ സന്തോഷം വെള്ളാർമലയിലെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കുമുണ്ടായിരുന്നു. സന്നദ്ധ സംഘടനയായ കൃപയാണ് വെള്ളാർമലയിലെയും മുണ്ടക്കൈയിലെയും മേപ്പാടിയിലെയും വിദ്യാർത്ഥികൾക്ക് ബാഗും പഠനോപകരണങ്ങളും നൽകിയത്. പ്രവേശനോത്സവത്തിനിടെ ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ നിർത്തലാക്കിയ സംഭവത്തിൽ അടിമാലി ഗവൺമെൻറ് ഹൈസ്കൂളിൽ രക്ഷിതാക്കളുടെ പ്രതിഷേധം. മുന്നറിയിപ്പില്ലാതെ ഡിവിഷൻ നിർത്തലാക്കിയതിനാലാണ് രക്ഷിതാക്കൾ പ്രധാന അധ്യാപികയെ ഉപരോധിച്ചത്. വിദ്യാർത്ഥികൾ കുറവുള്ളതിനാൽ ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ നിലനിർത്താൻ സാധിക്കില്ലെന്ന് അധ്യാപകർ വ്യക്തമാക്കി. എന്നാൽ ഡിവിഷൻ നിലനിർത്തുന്ന കാര്യം അറിയിച്ചത് മെയ് 30 മാത്രമാണെന്ന് രക്ഷിതാക്കൾ പറയുന്നു. കേരളം കൃത്യമായി കോവിഡ് കണക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് കണക്കുകൾ വർദ്ധിക്കുന്നതെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. വ്യാപനശേഷി കൂടുതലാണെങ്കിലും രോഗതീവ്രത കുറവാണെന്നും എന്നാൽ മറ്റു രോഗങ്ങളുള്ളവർ പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കണമെന്നും അനാവശ്യ ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കണമെന്നും മന്ത്രി പറഞ്ഞു. ദേശീയപാതയിൽ വീണ്ടും വിള്ളൽ. കാസർഗോഡ് പീലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിന് സമീപം നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതയിലാണ് വിള്ളൽ രൂപപ്പെട്ടത്. മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ദേശീയപാത നിർമ്മാണം നടത്തുന്നത്. 1/2 കിലോമീറ്ററോളം ദൂരത്തിലാണ് വിള്ളൽ കാണപ്പെട്ടത്. KSRTCക്ക് സർക്കാർ സഹായമായി 93.73 കോടി രൂപ കൂടി അനുവദിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. പെൻഷൻ വിതരണത്തിനായി 73.73 കോടി രൂപ, മറ്റു കാര്യങ്ങൾക്കുള്ള സാമ്പത്തിക സഹായമായി 20 കോടി രൂപയുമാണ് അനുവദിച്ചത്. ഈ വർഷം ഇതിനകം 343 കോടി രൂപ സർക്കാർ സഹായമായി കോർപ്പറേഷന് ലഭിച്ചുവെന്നും ധനകാര്യമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. PV അൻവർ അടഞ്ഞ അധ്യായമാണെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. ഇന്നലെ അൻവർ പറഞ്ഞത് സാമാന്യ മര്യാദ ലംഘിച്ചുള്ള വാക്കുകളാണ്. അൻവർ നോമിനേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കട്ടെ എന്നും നാമനിർദ്ദേശ പത്രിക നൽകിയാൽ പിൻവലിക്കാൻ ശ്രമിക്കില്ലെന്നും അദ്ദേഹം പിൻവലിച്ചു വന്നാൽ അപ്പോൾ നോക്കാമെന്നും അൻവർ UDF സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറഞ്ഞതെല്ലാം സാമാന്യ മര്യാദയ്ക്ക് നിരക്കുന്നതല്ലെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം. നല്ല കുടിവെള്ളം, നല്ല ആരോഗ്യം, നല്ല ജീവിതം. കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പി അവതരിപ്പിക്കുന്നു ഏറ്റവും പുതിയ, ഏറ്റവും ചെലവ് കുറഞ്ഞ വാട്ടർ പ്യൂരിഫയർ. 4 സ്റ്റേജ് വാട്ടർ പ്യൂരിഫയർ. 1, 2, 3, 4. ഈ ഒരു വാട്ടർ പ്യൂരിഫയറിന് വരുന്ന വില 4000 രൂപ. 1000 രൂപ ഇപ്പോൾ ഓഫർ ഉണ്ട്. 3000 രൂപക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഈ വാട്ടർ പ്യൂരിഫയർ സ്വന്തമാക്കാം. ഉടൻ ബന്ധപ്പെടുക 9447151447. താങ്ക് യു.